ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപതാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന് വെച്ചാൽ രാമായണ പഠനത്തിൻ്റെ 47ാമത്തെ ഭാഗമാണ് നമുക്കിന്ന് ഇവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മുടെ ഭരതൻ കേകയ രാജ്യത്തു നിന്നും അയോധ്യയിലേക്ക് എത്തുകയും അമ്മയിൽ നിന്നും അച്ഛൻ മരിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് അറിയുകയും അമ്മയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചും കൊണ്ട് നേരെ ആ സ്ഥലത്ത് നിന്നും വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി എന്താണെന്നാ നോക്കേണ്ടത്. ഇത്തരം ആദരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ പാദേ നമസ്കരിച്ചൊരു വരധനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതീധീനയായി ഖിനയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും മനുജാതനും സീതയും ചീരാംബരജടധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കീടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നില്ലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം യുദ്ധം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകയായതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത്രയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളാം അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ചരണിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠഗാഠം ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിന. ആ കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി. സന്താപമോടു തൊഴുതു വരദനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ
വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്യാ ബഹുധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടഭംഗത്വാ യഥാ സുഖം ലബ്ധ്വാ പുരന്ദരാർദാസനം ദുർലഭം വൃത്രാരിമുഖ്യത്രിദശൗഘവന്ധ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്തൻ നിരുപമൻ ഔവയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജഡക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കേണമെല്ലാം സ്വകർമ്മവശാകുതം. ഇവിടെ ഭരതൻ കൈകേയിയെ അവിടുന്ന് ശകാരിച്ചു നേരെ പോകുന്നത് കൗസല്യയുടെ ഗൃഹത്തിലാണ്. അവിടെയാണ് ഇനി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ചില സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ആ കൈകേയിയുടെ മന്ദിരത്തിലേക്ക്, കൗസല്യയുടെ മന്ദിരത്തിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ശങ്കയുണ്ടായിരുന്നു. കാരണം എന്താ, ഈ ഭരതന്റെ അമ്മ പറഞ്ഞിട്ടാണല്ലോ ഈ അഭിഷേകം മൊത്തം മുടക്കിയതും ശ്രീരാമൻ വനത്തിലേക്ക് പോയതും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ അതിനൊരു കാരണക്കാരൻ ഭരതനുമാണ് എന്ന് കൗസല്യ മാതാവ് ധരിക്കുന്നുണ്ടോ, അയോധ്യാവാസികൾ ധരിക്കുന്നുണ്ടോ, ഞാനും കുറ്റക്കാരനാണോ എന്നുള്ള കുറ്റബോധം അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭരതൻ ആ പറയുന്ന കൗസല്യയുടെ ഗൃഹത്തിലെത്തിയപ്പോൾ കണ്ടത് വളരെ മെലിഞ്ഞ് കണ്ണുകളൊക്കെ കുഴിയിലൊക്കെ താണ് ആകെ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരമ്മയെയാണ്. കൗസല്യാദേവി എന്ന് പറഞ്ഞാൽ ഈ ദശരഥൻ്റെ പട്ടമഹിഷിയാണ്, പ്രഥമ ഭാര്യയാണ്. പക്ഷേ എന്നിട്ടും അവരുടെ അപ്പോഴത്തെ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയേറെ ദൈന്യത ഉള്ളാക്കുന്നതാണ്. കാരണം ഭർത്താവ് മരിച്ചു, പിന്നെ ആരാ വേണ്ടത്? മകനാണ് കരികത്തിലുമില്ല. അപ്പം മകൻ പോയ ദുഃഖം, ഒരേ സമയത്ത് മകനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട ഒരമ്മയുടെ ആ അവസ്ഥ പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറയാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടന്നിരിക്കുന്നു എന്നർത്ഥം. ഭരതൻ കൗസല്യയെ കാൽ തൊട്ട് നമസ്കരിച്ചു. ആ നമസ്കരിച്ച സമയത്ത് ആ അമ്മയ്ക്ക് ഈ ഭരതനോട് ഒരു വൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. വേഗം മാറോട് ചേർത്ത് പിടിച്ചു, രാമനെ പുലികുമ്പോൾ തന്നെ ആശ്ലേഷിച്ചു. ഇവിടെ പക്ഷെ ഭരതന് ഒരു തൃപ്തി വന്നിട്ടില്ല. ഈ അവസരത്തിൽ കൗസല്യാദേവി പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ, രഘുവംശത്തിൻ്റെ നായകനായിട്ട് സാക്ഷാൽ നാരായണൻ ഇവിടെ അവതാരമെടുത്തു വന്നു എൻ്റെ മകനായിട്ട്. എന്നിട്ടും ഇപ്പോൾ ഞാൻ ദുഃഖത്തിലാണ് ഉള്ളത്. അപ്പോൾ അതിന് കാരണം എൻ്റെ കർമ്മദോഷമാണ് എന്നാണ് പറയുന്നത്. ആ കർമ്മദോഷം ഞാൻ അനുഭവിച്ചേ പറ്റൂ. അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീരാമനും ലക്ഷ്മണനും സീതയും മരപുരിയും ഒക്കെ ഉടുത്ത്
ജടയും ധരിച്ച് വനത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വിധിയാണ്, എൻ്റെ കർമ്മഫലമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്തെന്നാൽ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിൽ, കഷ്ടപ്പാട് വരുമ്പോൾ, വിഷമം വരുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് എന്താ അറിയോ? എന്നാലും എൻ്റെ ഭഗവാനെ എനിക്ക് മാത്രം എന്താണ് ഈ ദുഃഖവും ദുരിതവും ഒക്കെ? ഞാൻ ഇതിന് മാത്രം എന്ത് പാപമാണ് ചെയ്തത് എന്ന് നമ്മൾ ഓരോ ആൾക്കാരും വിലപിക്കും. അപ്പോൾ ഇവിടെ കൗസല്യ പറയുന്നത് എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്, മുൻജന്മ കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? എന്നാലും ദുഃഖമുണ്ട്. നമ്മൾക്കും പല പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഭഗവാനോട് പറയും, എനിക്ക് മാത്രം എന്താ കാര്യം, നിങ്ങൾക്ക് വരാൻ കാരണം നിങ്ങളുടെ കർമ്മഫലമാണ്, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്നത് എൻ്റെ കർമ്മഫലമാണ് എന്ന് നമ്മൾ ഓരോ ആൾക്കാരും ചിന്തിക്കണം. ആ കർമ്മഫലം അനുഭവിച്ചേ തീരും. ഇവിടെ കൗസല്യം പറയുന്നത് കർമ്മഫലം ഞാൻ അനുഭവിക്കണം. സാക്ഷാൽ നാരായണൻ തന്നെ മകനായി വന്നിട്ട് പോലും കർമ്മഫലത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. കാരണം നമ്മളൊക്കെ വിചാരിക്കും നമ്മൾക്ക് മാറ്റം വരും എന്നൊക്കെ. എന്തായാലും അത് അനുഭവിച്ചേ പറ്റും. പക്ഷെ അതിൻ്റെ കാഠിന്യം കുറക്കാൻ പറ്റും. നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മളെ സ്വാന്തനിപ്പിക്കാൻ, നമ്മുടെ അടുത്തിരിക്കാൻ ആൾക്കാരുണ്ടാക്കും. അതിനാണ് ഈശ്വര ആരാധന. ഈ അവസരത്തിൽ ഈശ്വരനെ വിളിക്കുന്നതും അതിനാണ്. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദുഃഖം വരുമ്പോഴും, കഷ്ടപ്പാട് വരുമ്പോഴും, ദുരിതങ്ങൾ വരുമ്പോഴും, വെല്ലുവിളികൾ വരുമ്പോഴും നമ്മൾ പതറാൻ പാടില്ല. ഇതെല്ലാം ഞാൻ അഭിമുഖീകരിക്കേണ്ടതാണ്. ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പോലും നമ്മളോട് മോശമായി പെരുമാറാം. സ്വന്തം മക്കൾ പോലും നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ നമ്മൾ തളരരുത്. കാരണം കർമ്മഫലമാണ്. ഈ കർമ്മഫലം അനുഭവിക്കണം. അത് ഓരോ ആൾക്കാരും ഓരോ ചുവട്ടിലും നമ്മൾ ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത നിമിഷം ആരിൽ നിന്ന്, എവിടെ നിന്നും, ഏത് തരത്തിലുള്ള ദുരിതമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് നമ്മളെപ്പോഴും ഓരോ ചുവടും ചിന്തിക്കണം. കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുകയാണ്. അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഭഗവാനെ എനിക്കിത് താങ്ങാനുള്ള കരുത്തുണ്ടാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ മാതാവ് പറയുന്നു, ഇതിന് ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കർമ്മഫലമാണ് എന്നിങ്ങനെ പറയുന്നു. ആ അവസരത്തിൽ ഭരതൻ പറയുന്നു, സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ഭരതൻ പറയുകയാണ്, ശ്രീരാമന്റെ രാജാഭിഷേകം മുടക്കിയത് ഞാനല്ല, അത് കൈകേയിയായിട്ടുള്ള അമ്മയാണ്, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ്. ഇത് ഞാൻ അറിഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടല്ലോ, ഞാൻ രഹസ്യമായിട്ട് അമ്മയെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ബ്രഹ്മഹത്യാ പാപം എനിക്ക് വന്ന് പതിക്കട്ടെ എന്ന് പറയുന്നു. കാരണം ബ്രഹ്മഹത്യ ചെയ്താൽ ഉണ്ടാകുന്ന എന്തൊക്കെ ദുരിതമാണ് അതൊക്കെ എൻ്റെ തലയിൽ വന്ന് പതിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇനി അതുമല്ല എങ്കിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള നമ്മുടെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അരുന്ധതിയെയും വാളുകൊണ്ട് നിഗ്രഹിച്ചാലുള്ള പാപം ഞാൻ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞു. കാരണം അത്രയും കൃത്യമായിട്ട് വളരെ ഉള്ളിൽ തട്ടി വിഷമത്തോടു കൂടിയാണ് ആ ഭരതകുമാരൻ അങ്ങനെ പറയുന്നത്. ഈ ശപഥങ്ങൾ ചെയ്ത് ദുഃഖത്തോടുകൂടി അദ്ദേഹം കരയുകയാണ്. അപ്പോൾ കൗസല്യ പറയുന്നത്, നീ ഒരു കാരണവശാലും ദോഷക്കാരനല്ല എന്ന് എനിക്കറിയാം. എനിക്ക് 100% വിശ്വാസമുണ്ട് നീ ദോഷക്കാരനൊന്നുമല്ല എന്ന്. നീ ഇതറിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഭരതനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തഴുകുകയാണ്. കൊച്ചുകുട്ടിയെ സങ്കടം വരുമ്പോൾ അമ്മമാരെ എങ്ങനെയാണോ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് തഴുകുന്നത്, അതേ ഭാവത്തിൽ ഇവിടെ തഴുകുകയാണ്. എന്നിട്ട് അതുവൻ്റെ മൂർധാവിൽ ഒരു ചുംബനം കൊടുത്തു. ആ അവസരത്തിൽ കൗസല്യാദേവിയുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ അടർന്നു വീഴുന്നു. ആ ഭരതകുമാരൻ്റെയും കണ്ണിൽ നിന്ന് വെള്ളമിങ്ങനെ അടർന്നു വീഴുന്നു. ആ കരച്ചിലടക്കിക്കൊണ്ട് ഭരതനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച കണ്ട് അവിടെ കൂടി നിന്നവരൊക്കെ തന്നെ വാവിട്ട് കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഈ കരച്ചിൽ കേട്ടിട്ടാണ് അവിടെ വസിഷ്ഠമുനി മന്ത്രികളോടൊപ്പം അവിടെ എത്തുന്നത്. ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ ഗുരുവിനെ നമസ്കരിക്കണം, തൊഴണം. അതാണ് ശ്രേഷ്ഠത. ആ ഗുരുവിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കണം. അതാണ് നമ്മുടെ സംസ്കാരം. അതല്ലാതെ പാദം തൊട്ട് നമസ്കരിക്കുന്നത് കുറ്റമാണ്, തെറ്റാണ് എന്നൊക്കെ ഇന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്.
ഗുരുവിനെ ഈശ്വര തുല്യമായി കാണുന്നു. ആദ്യത്തെ കാര്യങ്ങൾ നമുക്ക് അമ്മ പറഞ്ഞു തരുമ്പോൾ, ഭൗതികമായ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരുമ്പോൾ, ഈശ്വരനെയും മറ്റെല്ലാ കാര്യങ്ങളെയും നമുക്ക് എത്തിച്ചു തരുന്നത് ഗുരുവാണ്. അപ്പോൾ നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതും സമൂഹത്തിൽ കാലുറപ്പിക്കാൻ പഠിപ്പിക്കുന്നതും സാക്ഷാൽ ഗുരുവാണ്. അപ്പോൾ സമൂഹത്തിൽ കാലുറപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ച ആ ഗുരുവിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് രാമായണത്തിൽ പറയുന്നത്. അതാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ വനത്തിൽ പോയി ഭരതൻ ഈ അവസരത്തിൽ കൗസല്യയുടെ അരികിലെത്തി ആ ഭരതനെ സ്വാന്തനിപ്പിക്കാൻ വരുമ്പോൾ ഈ പറയുന്ന വസിഷ്ഠ മുനി അവിടത്തേക്ക് വന്നപ്പോൾ ആ മുനിയുടെ കാല് തൊട്ട് നമസ്കരിക്കാൻ ഭരതൻ തയ്യാറായത് എന്നർത്ഥം. അപ്പോൾ ഈ ദുഃഖം കണ്ട് വസിഷ്ഠനും ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ബ്രഹ്മജ്ഞാനിയാണ്, അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പറയാണ്, ഇനി കരയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദശരഥൻ എത്രയോ വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു, വൃദ്ധനായിട്ടാണുള്ളത്. അദ്ദേഹം സത്യപരായണനാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്, അറിവിൽ നിപുണനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോളം അറിവും കഴിവുമുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം രാജസുഖങ്ങളെല്ലാം യഥേഷ്ടം അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൂടാതെ നിരവധി യജ്ഞങ്ങളും ദാനങ്ങളും നടത്തി ഇന്ദ്ര പദവിക്ക് പോലും അർഹനായി ഭവിച്ച ആളാണ് ആര്? ഈ പറയുന്ന ദശരഥൻ. മാത്രവുമല്ല, ഈ ഇന്ദ്രൻ പോലും ചില അവസരത്തിൽ ഈ പറയുന്ന ദശരഥന്റെ സഹായം തേടിയിട്ടുണ്ട്. നമുക്കറിയാലോ ആ കഥ. ശംബരാസുരൻ ദേവലോകം ആക്രമിച്ചപ്പോൾ ദേവേന്ദ്രന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വന്നു, അല്ലെങ്കിൽ ഒരു അവസരം വന്നു. ആ അവസരത്തിൽ ഭൂമിയിൽ നിന്നും ഇക്ഷാകു വംശത്തിലെ നേമി എന്ന് യഥാർത്ഥ പേരുള്ള ദശരഥൻ അവിടെ എത്തുകയും ആ യുദ്ധത്തിൽ ആണ് ഈ പറയുന്ന ശംഭുരാസുരനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നേമിയായിട്ടുള്ള ദശരഥൻ്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലൂടെയാണ് ആ യുദ്ധത്തിനിടയിലാണ് ഈ പറയുന്ന കൈകേയി 2 വരം നേടുന്നതൊക്കെ ആ യുദ്ധത്തിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് ആ കഥ ഞാൻ അങ്ങനെ വിശാലമായി വിവരിക്കുന്നില്ല. ഏതായാലും ഇന്ദ്രൻ പോലും ഈ പറയുന്ന ദശരഥനെ പൂജിക്കുന്നു, അവരെ തൊട്ട് വന്ദിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ എല്ലാവരെ കൊണ്ടും പൂജ്യനായിട്ട് വന്ധ്യനായിട്ട് ആനന്ദത്തോട് വാഴുന്ന അല്ലെങ്കിൽ ഈ രാജ്യം ഭരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ നീ ദുഃഖിക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ മരണം വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചിട്ട് പോയതാണ്. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മരണ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ വാവിട്ട് കരയും. പക്ഷേ നമ്മളായാലും മറ്റൊരു സ്ഥലത്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് 16 വയസ്സുള്ള കുട്ടിയെ മരിച്ചതെങ്കിൽ പോലും ആ അമ്മയ്ക്ക് സങ്കടമുണ്ടാകുമല്ലോ. ആ അമ്മയോട് പറയേണ്ട, 16 വർഷക്കാലം നിങ്ങൾക്ക് ആ കുട്ടിയെ കിട്ടിയില്ലേ? 4 or 5 വയസ്സിനിടയിൽ മരിച്ചു പോയതെങ്കിൽ ഈ കുട്ടിയുടെ ഇത്രയും കാലത്തെ ആ ജീവിതം നിങ്ങളോടൊപ്പം ഉണ്ടായില്ലേ? 4 or 5 വയസ്സിനിടയിൽ മരിച്ചു പോയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. എത്രയോ അമ്മമാർക്ക് 4 വയസ്സിലും 5 വയസ്സിലും 3 വയസ്സിലും കുട്ടികൾ മരിച്ചു പോകുന്നില്ലേ? അപ്പോൾ എല്ലാത്തിനും ഭാഗ്യമുണ്ട്. ഇവിടെ ഇവരോട് പറയുകയാണ്, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ 16 വയസ്സിലാണ് എൻ്റെ കുട്ടി പോയെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, 16 വയസ്സിൽ നിങ്ങളുടെ കുട്ടി പോയെങ്കിൽ ആ 15 വർഷക്കാലം നിങ്ങൾക്ക് ആ കുട്ടിയെ സ്നേഹിക്കാനും ലാളിക്കാനും കിട്ടി. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കണം. അപ്പോൾ ദുഃഖങ്ങളൊന്നും ശാശ്വതമല്ല. അതിനേക്കാളും ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മുടെ ദുഃഖം നമുക്ക് വലുതായി തോന്നുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഭരതനോട് പറയാണ്, നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. കണ്ണുനീർ തൂകിക്കൊണ്ട് നിൽക്കുന്ന ഭരതനോട് സാക്ഷാൽ വസിഷ്ഠ മുനി പറയുന്നത് ഇനി കൃത്യമായിട്ടുള്ള വേദാന്തമാണ്. ആ വേദാന്തം വളരെ കടുപ്പമുള്ളതാണ്. വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചാൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒന്ന് കടുപ്പത്തിലാണ്, ഞാൻ വളരെ ലളിതമാക്കാൻ വേണ്ടി നോക്കാമെന്ന് മാത്രം. ചെറിയൊരു കഷ്ണമേ ഉള്ളെങ്കിൽ പോലും അത് കുറച്ച് കടുപ്പമുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിത്യനും നിരാമയനും ജനന മരണങ്ങൾ ഇല്ലാത്തവനുമാണ് ജഗന്നായകൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, നാരായണൻ എന്ന് വിളിക്കുന്നു, ശിവൻ എന്ന് വിളിക്കുന്നു,
ബ്രഹ്മം എന്ന് വിളിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ഈശ്വരീയ ചൈതന്യം. അത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അതിന് മരണമേ ഇല്ല, അത് നിത്യവും ഉള്ളതാ. അത് തന്നെയാണ് ഈ ദശരഥന്റെ ഉള്ളിലും ഉള്ളത്. ശ്രീരാമന്റെ ഉള്ളിലുള്ളതും ഭരതന്റെ ഉള്ളിലുള്ളതും വസിഷ്ഠന്റെ ഉള്ളിലുള്ളതും അത് തന്നെയാണ്. അതിന് മരണമില്ല എന്ന അർത്ഥം. എന്നാൽ ഈ ചൈതന്യം നമ്മളിൽ ഓരോ ആൾക്കാരിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് നാശമുണ്ട്. അത് ഏത് നിമിഷവും നശിക്കാം. നമ്മളിത് അറിയാണ്ടാണ് അഹങ്കരിക്കുന്നത്, അതറിയാണ്ടാണ് നമ്മൾ വാവിട്ട് നിലവിളിച്ച് കരയുന്നത്. അപ്പോൾ ഈ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ചൈതന്യം ഏതവസരത്തിലും നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഓരോ ആൾക്കാർക്ക് ഓരോ വാക്ക് കൊടുക്കും. എന്തൊക്കെയാ വാക്ക് കൊടുക്കുക? അടുത്ത മാസം 25-ാം തീയതി നിങ്ങൾ എന്തായാലും അവിടെ നിന്നോളും, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാം. എന്താ ഉറപ്പ്? നമുക്ക് ഉറപ്പുണ്ടോ? അദ്ദേഹം വരുമെന്നും ഉറപ്പില്ല, ഞാൻ വരുമെന്നും ഉറപ്പില്ല. ചില ആൾക്കാർ പൈസക്ക് ചോദിച്ചു വന്നാൽ അല്ലെങ്കിൽ കടം കൊടുക്കുമ്പോൾ ഞാൻ അടുത്ത മാസം തരാം, അടുത്ത മാസം ഉണ്ട്, അതുവരെ ഉണ്ടാവും, നമുക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്ന് കാത്തു നിന്നോളും, ഞാൻ അവിടെ എത്തിക്കോളാം. എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ഈ ഉറപ്പില്ലാതെ പറയാൻ കാരണം നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് ഏത് സെക്കൻഡിലും വേണമെങ്കിലും വിളിച്ച് പുറത്തേക്ക് പോകാം. നമുക്കുള്ള ഈ ശരീരം ക്ഷണഭംഗുരമാണ്. അല്പം ഏത് സമയമാണ് അത് പുറത്തേക്ക് പോകുമെന്ന് പറയാൻ കഴിയില്ല. വളരെയേറെ ചിന്തിക്കണം. എന്നിട്ടും നമ്മൾ അഹങ്കരിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ശരീരമാണ് പലതരത്തിലുള്ള മോഹങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഈ ശരീരമാണ് നമുക്ക് മോക്ഷത്തിന് പോലും കാരണം, ഈ മോക്ഷത്തിന് പോലും തടസ്സമായി നിൽക്കുന്നത് ഈ ശരീരമാണ്. കാരണം ഈ ശരീരത്തിന് വേണ്ടുന്ന സുഖങ്ങളെ തേടി നമ്മൾ പോകുമ്പോൾ അവിടെ മോക്ഷം നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ജീവിതം തന്നെ മറന്നു പോകുന്നു, ശ്രേഷ്ഠതയെ മറന്നു പോകുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖം ലഭിക്കാൻ വേണ്ടി ചെവിക്ക് നല്ല സ്വാദുള്ള അല്ലെങ്കിൽ നല്ല മനോഹരമായ ശബ്ദം, കിളിപോലത്തെ ശബ്ദം, അല്ലെങ്കിൽ നമ്മളെ സന്തോഷത്തിലാക്കുന്ന പല ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകും. കാമുകനെ ഫോണിൽ വിളിക്കുന്ന അവസരത്തിൽ എത്ര നേരം സംസാരിച്ചു കഴിഞ്ഞാലും അവർക്ക് മതി വരില്ല, സമയം പോകുന്നത് അറിയില്ല. അവർക്ക് ആ ചെവിയാകുന്ന ഇന്ദ്രിയത്തോട് അവർ അടിപ്പെട്ടു പോയി. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ, അതുപോലെ തന്നെയാണ് കാഴ്ചകൾ. ചില കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം മറന്നു പോകും. ചില മണം കിട്ടിക്കഴിഞ്ഞാൽ ആ മണത്തിന്റെ പുറകെ ചില ആൾക്കാർ പോകും. ത്വക്കിലൂടെയുള്ള ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് പലരും പല സ്ഥലത്തേക്കും പോകുന്നു, പലതിനും തേടിയിട്ട്. അപ്പോൾ അവർക്ക് മോക്ഷത്തിലേക്കുള്ള വഴിയൊന്നും അവർക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ അതെല്ലാം അവർ മറന്നു പോകുന്നു. നമ്മുടെ സുഖമാണ് ആ സുഖത്തിന് കാരണം എന്താ? ആ മോക്ഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എന്താണ്? ഈ ശരീരമാണ്. അതും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഈ ശരീരം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ശരീരം മുഴുവൻ തന്നെ ഒട്ടും പവിത്രമല്ലാത്ത അശുദ്ധിയുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ദുഃഖത്തിന് പോലും കാരണം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തായുള്ള മലമാണ്, മജ്ജയാണ്, മാംസമാണ്, രക്തമാണ്, മൂത്രമാണ്, കഫമാണ്. ഇങ്ങനെ മൊത്തം നിറഞ്ഞു കിടക്കുന്ന ഒരു മാംസപിണ്ഡമാണിത്. ഇതാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വെളിയിലേക്ക് പോയി നിരിക്കട്ടെ. വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഈ ശരീരം അവിടെ കിടക്കും. ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് അറിയോ? അത് വീർത്ത് പൊട്ടും. ആ ചുറ്റുവട്ടത്തിൽ ആ നാട്ടിൽ പോലും ഒരാൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അത്ര രൂക്ഷ ഗന്ധമായിരിക്കും ഉണ്ടാവുക. ഇനി അതുമല്ല, നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഈ ശരീരത്തിനോടുള്ള മമത. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവും, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഒക്കെ നിലവിട്ട് കരയുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കരയുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിക്കുക. കാരണം ഇന്ന് രാവിലെ മരിച്ചു, നാളെ രാവിലെ ശരീരം എടുക്കുകയുള്ളൂ. വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ വീട്ടിൽ സൗകര്യം കുറവാണെങ്കിൽ ഒരു മുറിയിൽ, ഇപ്പം ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ആ മുറിയിൽ പിറ്റേന്ന് നമ്മൾ വന്നിട്ട് ശവം അടക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ശരീരം അവിടെ വെച്ച് ആ ബെഡ്റൂമിൽ വെച്ചിട്ട് ഭർത്താവിനോട് പറയാണ്, അല്ല ഭാര്യയോട് പറയാണ്, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കില്ല. കാരണം ആ ശരീരത്തിന് നമുക്ക് പിന്നെ ഭയമായി. ആ ശരീരത്തിനോടുള്ള ആർത്തിയാണ് നമ്മൾ തൊട്ട് തലേ ദിവസം വരെ കാണിച്ചതെങ്കിൽ പിറ്റേ ദിവസം മുതൽ നമുക്കതിനോട് ഭയമാവുന്നു എന്നർത്ഥം. അപ്പോൾ ഈ
കാര്യം നമ്മൾ അറിയുന്നില്ല. ഈ ശരീരത്തിനെയാണ്, ഈ പിണ്ടത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്താ ഇതിലുള്ളത്? മലവും മൂത്രവും മജ്ജയും മാംസവും കഫവും ഒക്കെ നിറഞ്ഞ, വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു വസ്തു. ഇത് ശുദ്ധിയുള്ളതാണോ? അല്ല, അശുദ്ധിയുള്ള ദേഹമാണ്. ഒട്ടും പവിത്രമല്ലാത്ത കാര്യമാണത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല ഈ സാധനം പോയി കഴിഞ്ഞാൽ. കാരണം എന്താ? അതിൻ്റെ അകത്തുള്ള ആത്മാവ് അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ മരണത്തിനെ പരാജയപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അച്ഛനായാലും മകനായാലും ഭാര്യയായാലും ഇനി മക്കളായാലും കാമുകന്മാരായാലും ആരായാലും മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് ചെയ്യും? മാറത്തലച്ച് മുറവിളിച്ച് ബോധം കെട്ടി വീഴുന്നവരാണ് കൂടുതലും. അവരെല്ലാം വിഡ്ഢികളാണെന്നേ പറയാൻ പറ്റൂ. ഞാനായാലും നിങ്ങളായാലും ഒക്കെ വിഡ്ഢികളാണെന്നാണ് വസിഷ്ഠൻ ഇവിടെ പറയുന്നത്. ജീവിതം നിസാരമാണ് എന്ന് നമ്മൾ ഓരോ ആൾക്കാരും ഓർക്കണം. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കാൻ നോക്കണം. അതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത്. അതാണ് നിത്യവുമായിട്ടുള്ള ശാന്തി ഉണ്ടാക്കി തരുന്നത്. അതാണ് ഏറ്റവും നല്ല സൗഖ്യം ഉണ്ടാക്കി തരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ജനനമുണ്ടെങ്കിൽ അതിന് മരണവും നിശ്ചയമാണ്. അപ്പോൾ ആ മരിച്ചാൽ വീണ്ടും ജനിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ഈ അവസ്ഥകളൊക്കെ ആർക്കും തടുക്കാനും കഴിയില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ വാർത്തലച്ച് കരയുന്നുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര ആൾക്ക് പറയാൻ പറ്റും? ഒരാൾക്ക് പോലും മരിക്കാത്തതായിട്ട് കാണാൻ കഴിയില്ല. നാശമില്ലാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒരു വസ്തുവില്ല, എല്ലാം നശിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും തന്നെ മരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കരയുന്നത്? നമ്മൾ എന്തായാലും മരിക്കുന്ന ഉറപ്പുണ്ടല്ലോ. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾ കരയുമ്പോൾ നാളെ ഞാനും മരിക്കും എന്നുള്ള ചിന്ത നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അപ്പോൾ ഇത് ശാശ്വതമല്ല. ഏതവസരത്തിലും ഈ ശരീരം വിട്ടു പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സുഹൃത്തുക്കളാവാം, ഭാര്യയാവാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളാവാം, മക്കളാവാം, ഒക്കെ ആവട്ടെ, അതുപോലെ തന്നെ സമ്പത്ത്, ഇങ്ങനെയുള്ള കുടുംബവും സമ്പത്തും ഒക്കെ തന്നെ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ സാധാരണക്കാരെല്ലാം ദുഃഖിക്കും. എന്നാൽ വിവേകമുള്ളവർ ഒരിക്കലും ദുഃഖിക്കില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോഴും സന്തോഷിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങൾ വരുമ്പോഴും നമ്മൾ സന്തോഷിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താ? ഇതൊന്നും ഇന്നത്തേക്ക് മാത്രമുള്ളതാണ്, നാളത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല, ശാശ്വതമല്ല. ഒരു കുട്ടി ജനിച്ചു, ഗംഭീരമായിട്ട് നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ എത്ര കാലത്തേക്കാണ് നമുക്കറിയില്ല. വീട് വാങ്ങിക്കുന്നു, സ്വത്ത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ കൊണ്ടിരുന്നു, എന്തോ ആവട്ടെ നമ്മളിലേക്ക് വന്ന് ചേരുന്നതെല്ലാം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും, അമിതമായി സന്തോഷിച്ച് ചെലവ് ചെയ്യണം എന്നൊക്കെ പറയും. എത്ര കാലത്തേക്കാ? ഒന്നും ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും കടന്നു വരുമ്പോൾ ഒരിക്കലും തന്നെ സന്തോഷിക്കുകയുമില്ല. ഇതുപോലെ തന്നെ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരിക്കലും ദുഃഖിക്കുകയുമില്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തന്നെ നശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല, ഇന്നല്ലെങ്കിൽ നാളെയായിട്ട്. നമ്മുടെ ഭൂമിക്ക് പോലും നാശമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ. അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ചും കൂടിയും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ദേഹവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചിന്തിക്കുകയും മായാ ഗുണവൈഭവങ്ങൾ കണ്ടറിയുകയും ചെയ്യുന്നവർക്ക് എന്തിനാണ് ഒരു ഭ്രമമുണ്ടാവുക?
ഒരു വിഭ്രമവും ഉണ്ടാവില്ല. കാരണം ഈ ദേഹവും ആത്മാവും രണ്ടാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം. ഇത് ശരീരമാണ്, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് കുറച്ചു കാലം ഈ ശരീരത്തിനോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യും. വഴിയിൽ വെച്ചിട്ട് ഈ ശരീരത്തിന് അവിടെ വിട്ടിട്ട് ആത്മാവ് വേറെ പോകും. നമ്മളൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നില്ല, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ? എവിടുന്നെങ്കിലും ഒരു സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കയറും, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ്സിലേക്ക് കയറും. കുറേ നേരം ആ യാത്ര ചെയ്യും. ആ യാത്രയിൽ കുറേ ആൾക്കാരെ പരിചയപ്പെടും. വഴിയിൽ അവർ പലരും പല സ്ഥലത്ത് ഇറങ്ങിപ്പോകും. പിന്നെയും നമ്മളിങ്ങനെ യാത്ര ചെയ്യും. ഒരു സ്ഥലത്ത് വെച്ചാൽ നമ്മളും ഇറങ്ങിപ്പോകുന്നു, യാത്ര അങ്ങ് പോകും. എന്ന് വെച്ചാൽ ആ ശരീരമല്ല പല സ്ഥലത്തും പോകും, പുതിയ ശരീരത്തിലേക്ക് വരും. കാരണം ഈ ആത്മാവ് ഈ ശരീരത്തിലൂടെ യാത്ര ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആത്മാവ് ഇറങ്ങിപ്പോകും, ഈ ശരീരം അവിടെ തന്നെ കിടക്കും. പിന്നെ ആ ആത്മാവ് മറ്റൊരു ശരീരത്തെ തേടിപ്പോകും. അപ്പോൾ ആത്മാവിന് മരണവുമില്ല, ജനനവുമില്ല. ഓരോ ശരീരങ്ങൾ ഇങ്ങനെ മാറി 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 ഉപയോഗിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന മായാ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലയുടെ തുമ്പത്ത് പറ്റി നിൽക്കുന്ന വെള്ളത്തുള്ളികളെ പോലെയാണ് ആയുസ് എന്നാണ് പറയുന്നത്. മഞ്ഞിങ്കണകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മഴക്കാലത്ത് വീതം വെള്ളം ഉണ്ടാവും വെള്ളത്തിൻ്റെ ഈ ഇലയുടെ അറ്റത്ത്. അത് കാറ്റിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. 7 നിമിഷവും ആ വെള്ളമായി ഇലത്തുമ്പിൽ നിന്നും താഴോട്ടേക്ക് പതിക്കാം. അതുപോലെയാണ് നമ്മുടെ ആയുസ്. വളരെ മനോഹരമായിട്ട് ഇവിടെ വസിഷ്ഠൻ ആ ഭരതനെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മത്തിന്റെ ഫലമായിട്ട് ആ ആത്മാവിന് വീണ്ടും ഒരു ശരീരം ലഭിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മഫലമായിട്ടാണ് ഈ ജന്മം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ കൗസല്യാദേവി പറഞ്ഞതും അതാണ്. കാരണം ഞാനിതെല്ലാം കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച, നമ്മൾ ചെയ്തു പോയ പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആരെയും പഴിക്കേണ്ടതില്ല, ഈശ്വരനെ കുറ്റം പറ്റ കാര്യമില്ല. കാരണം ഇതിന് കാരണക്കാരാരാ? നമ്മൾ തന്നെയാണ്. നമ്മളാണ് ഇതിന് കാരണക്കാർ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ ഈശ്വരനെ കുറ്റം പറയും. പക്ഷേ നല്ല നല്ല സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ ഓർക്കുക പോലുമില്ല. ഭഗവാനെ എനിക്ക് മാത്രം എന്താണ് ഈ സൗഭാഗ്യം ഉണ്ടാക്കി തന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എന്താ? അന്നേരം ഭഗവാനെ പോലും മറന്നു പോകുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സൗഭാഗ്യം വരുന്നതും നമ്മുടെ കർമ്മഫലം തന്നെയാണ് എന്ന് ചിന്തിക്കണം. അന്ന് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾക്ക് ശ്രേഷ്ഠമായിട്ട് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ ഇതൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ളതല്ല, താൽക്കാലികമായിട്ടുള്ളതാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുമെങ്കിൽ നമുക്കൊരിക്കലും ദുഃഖമുണ്ടാകില്ല എന്ന് വസിഷ്ഠൻ ഭരതനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ആ വരികളിലൂടെ ഒന്നും കൂടി നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കേണമെല്ലാം സ്വകർമാവശഗതം, തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാധിവസ്തു നാം വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരസ്ഥാ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നിതും. ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്താഗ്ര ലഗ്നാംബുബിന്ദുവൽ സംവദിച്ചിടുമായു സതീനശ്വരം. പ്രാപ്തനാദേഹസ്ഥ കർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനും മൂലമീ കർമ്മവേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ.
മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മിനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ. അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്താ തുടങ്ങുക കർമ്മസമൂഹവും സത്വരവേദും വിഷാദമുണ്ടാകിലോ. ഇവിടെ നമ്മുടെ വസിഷ്ഠൻ വീണ്ടും ഈ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായി അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ആത്മാവിന് മരണവും ജനനവും ഒന്നും തന്നെയില്ല. എന്താ ഉള്ളത്? ആ ശരീരം മാത്രമാണ് നശിക്കുന്നത്. നമ്മളൊരു വസ്ത്രം മുഷിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്ത്രം മാറ്റും, പകരം എന്ത് ചെയ്യും? പുതിയ വസ്ത്രം എടുത്ത് ധരിക്കും. ഇത് ഒരുപാട് സ്ഥലത്ത് പറയുന്ന തത്വങ്ങളാണ്. അതേപോലെയാണ് ആത്മാവ് അതിന് പറ്റാത്ത ശരീരത്തെ മാറ്റി നിർത്തി മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആത്മാവിന് ജനനവും മരണവുമില്ല. ജീർണിച്ച മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ മാറുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ കാലചക്രത്തിൻ്റെ ഭ്രമണവേഗത്തിന് കാരണം ഈ കർമ്മഭേദങ്ങളാണ് എന്ന് നീ അറിയുക കുമാര. നമ്മൾ ഓരോ വേഷവും ഭൂഷാദികളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സും അതിൻ്റെ അപ്പുറം തന്നെ പോയി പോകുന്നു. നമ്മളൊരു വക്കീലായിട്ടാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയൊക്കെ തന്നെ കുറച്ച് ഗൗരവമുള്ള ഒരു വക്കീലിൻ്റെ പോലെ തന്നെയാകും. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൻ ഭർത്താവാകും, ഭാര്യയാകും. അതുപോലെ തന്നെയാണ് ആ വക്കീലിൻ്റെ കുപ്പായം പോലെ തന്നെയാണ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഗൃഹസ്ഥൻ്റെ കുപ്പായമാണ് ധരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഒരു ആളുടെ ശരീരം നമ്മുടെ ആത്മാവ് സ്വീകരിച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പോകുന്നു എന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം എപ്പോഴും, ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുഃഖം, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ച് യാതൊന്നും, മരിച്ചാലെന്ന് മാത്രമല്ല നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകാറുണ്ട്, പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടു. ഈ അവസരത്തിലൊന്നും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, ഇതെല്ലാം കർമ്മഫലമാണ്. മാത്രമല്ല ഇന്ന് നമുക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നാളെ നമ്മുടേതായിരിക്കില്ല. ഇന്ന് നമുക്ക് പലതും നമ്മുടെ അടുത്ത് ഓടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അമിതമായി സന്തോഷിക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ ചിന്തിച്ചിട്ട്, ഭരതനോടല്ല ഇത് പറയുന്നത്, ഭരതനോട് വസിഷ്ഠം പറയുകയാണെങ്കിലും രാമായണം എന്ന് പറയുന്ന ആ മഹാകാവ്യം ഓരോ സജ്ജനങ്ങളിലേക്കും ഈ ഒരു ആപ്തവാക്യം എത്തിച്ച് തരികയാണ് ചെയ്യുന്നത്. കാരണം ഒരു കാരണവശാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്നർത്ഥം. പകരം എന്ത് വേണം? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെല്ലാം തന്നെ ആ ദുഃഖത്തിൽ നിന്ന് മാറണം, മാറിയിട്ട് കർമ്മനിരതരായി നിൽക്കണം. കാരണം ഈ ദുഃഖം താൽക്കാലികമാണ്. ഒരാൾ മരിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ആരും ദുഃഖിച്ചിരിക്കാറില്ല. ഭാര്യ മരിച്ചാൽ പോലും, ഭർത്താവ് മരിച്ചാൽ പോലും അവർ കുറച്ച് കഴിഞ്ഞാൽ അത് മറന്ന് അവർ അവരുടെ കർമ്മമണ്ഡലത്തിലേക്ക് പോകും. അതുകൊണ്ട് വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് സമയം കളയല്ല വേണ്ടത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 6 കാര്യങ്ങളാണെന്നുള്ളത്. ഒന്ന്, നിലനിൽക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഇപ്പം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തെ തന്നെ നമ്മൾ മാനസികവും ശാരീരികവുമായിട്ട് വളരേണ്ടതുണ്ട്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. പലരും വളരുന്നതിന് പകരം അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. മാനസികമായി ഉയരേണ്ടതിന് പകരം മാനസികമായി തളർന്നു പോകുന്നു, അധപ്പതിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും പ്രേമത്തിനും സ്ത്രീക്കും പുരുഷനും പുറകെ പോയി, സമ്പത്തിൻ്റെ ഒക്കെ പുറകെ പോയി നമ്മുടെ ജീവിതം താറുമാറാക്കുന്നു എന്നർത്ഥം. പക്ഷെ നമ്മൾ മാനസികമായിട്ട് വളരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മൂന്നാമതായിട്ട് മാറുക എന്നുള്ളത്. നമ്മൾ ആ ദുഷിച്ച ചിന്താഗതിയിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നും ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമ്മൾ മാറണം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, എത്ര മാറിയാലും എത്ര ഉയർന്നാലും നമുക്ക് ക്ഷയമുണ്ടാകും, ക്ഷയിക്കും. അത് ആരോഗ്യമായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാവട്ടെ. എന്താണ്? ജനിക്കുന്ന സമയത്ത് നമുക്കുള്ള ശരീരമല്ല, ഓരോ കാലഘട്ടത്തിലും നമ്മൾ എന്താ ചെയ്യുന്നത്? വളരുന്നുണ്ട്, അന്ന് നിലനിൽക്കുന്നുണ്ട്, അതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷെ അത് ക്ഷയിക്കുന്നുമുണ്ട്. ഇത് സമ്പത്തായാലും എല്ലാം അതെ. പിന്നീട് എന്താവും? പൂർണ്ണമായി നശിക്കും.
നമുക്ക് ഇന്നുള്ളതെല്ലാം നശിക്കും. നമ്മുടെ ശരീരം നശിക്കും, നമ്മുടെ സമ്പത്ത് നശിക്കും, നമ്മുടെ സൗഭാഗ്യങ്ങൾ നശിക്കും. എല്ലാം തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമ്മുടെ ആത്മാവ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം, ഈ 6 പാപങ്ങളും നമുക്കുണ്ട് എന്ന് കരുതി ആരും അഭിമാനിക്കേണ്ടതില്ല, അഹങ്കരിക്കേണ്ടതില്ല. നമ്മൾ പലരും അഹങ്കാരത്തിലാണ്. എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ സ്വത്ത്, എൻ്റെതാണ്, ഈ കാണുന്ന മുഴുവൻ എന്തൊക്കെ നമ്മൾ അഹങ്കരിക്കും. എത്ര നാളത്തേക്കാണെന്ന് നമ്മൾ ചിന്തിക്കാം. എല്ലാം അല്പകാലത്തേക്കാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ വരുന്നത്, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏകദേശം കൃത്യമായി പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനായി തീരുന്നത്. നമ്മൾ മനുഷ്യനായി തീരണം. ആദ്യം മനുഷ്യന് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. അതാണ് ഇവിടെ കൃത്യമായിട്ട് വസിഷ്ഠൻ ഭരതനോട് പറഞ്ഞു കൊടുക്കുന്നെങ്കിലും ആ വസിഷ്ഠൻ്റെ ഈ ആപ്തവാക്യങ്ങൾ നമ്മൾ ഓരോ സജ്ജനങ്ങളും വലിയൊരു നിധിയായിട്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം, ഒരു കേടുപാട് പോലും വരാതെ. എന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകും. എന്നാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. മോക്ഷമാകുന്ന തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ കഠിനമായ പാതയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനുഷ്യനായി തീരണം. പിന്നെ ഈ ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ടാവുകയും വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.